റഷ്യയിലെ വിവിധ ഇടങ്ങളിൽ വെടിവെപ്പ് 15 പേർ മരിച്ചു. പ്രത്യേകിച്ചും പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഈ വെടിവെപ്പ് ഉണ്ടായത് എന്നാണ്. തോക്കുധാരികൾ വെടിവെക്കുകയായിരുന്നു പ്രകോപനമില്ലാതെ. മരിച്ചവരിൽ പോലീസുകാരുമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസുകാരും സാധാരണക്കാരും മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കൃഷ്ണേന്ദു നായരുണ്ട്. കൃഷ്ണേന്ദു, എന്താണ് സംഭവിച്ചത്? ഈ മരണസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടോ? രഞ്ജിത്ത്, മരണസംഖ്യയുടെ കൃത്യമായ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്നലെ റഷ്യയിൽ നോർത്ത് ഭാഗത്തായിട്ട് ദഗസ്താൻ എന്ന് പറയുന്ന മേഖലയിലാണ് ഈ വെടിവയ്പ് നടന്നത്. രണ്ട് നഗരങ്ങളിലെ 2 പള്ളികളും ഒരു സിനഗോഗും ഒരു പോലീസ് ചെക്ക് പോസ്റ്റിനും നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വളരെ റാൻഡമായിട്ടാണ് കറുത്ത വസ്ത്രം ധരിച്ച ആക്രമികൾ ഈ വെടിയുതിർക്കുന്നത്. സംഭവത്തിൽ 15-ലധികം പോലീസുകാരും ഒരു പുരോഹിതനും ഒപ്പം നിരവധി സാധാരണക്കാരും മരിച്ചതായിട്ടാണ് പ്രാഥമിക വിവരം. ഈ പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നോ കൃഷ്ണേന്ദു? അങ്ങനെ ഒരു വിവരം നമുക്ക് പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. അതുപോലെ ഒരു സിനഗോഗിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പള്ളിയിലെ പുരോഹിതനും ആണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒപ്പം 5 ആക്രമികളും സംഭവത്തിൽ മരിച്ചിട്ടുണ്ട്. എത്ര പേർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു? അങ്ങനെ എത്ര പേർ ഇതിൽ പങ്കെടുത്തു? അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം? ഈ എത്ര ആക്രമികൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമില്ല. മറിച്ച് 5 ആക്രമികൾ ഈ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ മരണസംഖ്യ 15-ന് മുകളിലേക്ക് ഉയരാനുള്ള സാഹചര്യമാണല്ലേ? അതെ, 15-ന് മുകളിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 നഗരങ്ങളിലായിട്ട് 2 ഓർത്തഡോക്സ് പള്ളികളിലും ഒരു സിനഗോഗിലും ഒരു പോലീസ് ചെക്ക് പോസ്റ്റിലുമാണ് ഈ ആക്രമണം ഉണ്ടായത്. ഈ 2 നഗരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ഒരു പ്രധാന മുസ്ലിം കോക്കസ് മേഖലയായ ഡർബൻ നഗരമാണ്. ഈ നഗരത്തിലെ ചർച്ചിനും സിനഗോഗിനും നേരെയാണ് ആക്രമണം ഉണ്ടായത്. ശേഷം ഈ ചർച്ചിനും അതുപോലെ സിനഗോഗിനും തീ പിടിക്കുകയായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഫയർ ബോംബുകൾ ആക്രമികൾ ഉപയോഗിച്ചു എന്നാണ് വരുന്ന വിവരങ്ങൾ. അടുത്ത നഗരം എന്ന് പറയുന്നത് ജോർജിയ അസർബൈജാന്റെ അതിർത്തിയിലുള്ള ദഗസ്താന്റെ തലസ്ഥാനം കൂടിയായ മക്ചഗ്ല എന്ന പ്രദേശമാണ്. അവിടെയാണ് അടുത്ത ചർച്ചും പോലീസ് പോസ്റ്റും ഉണ്ടായിരുന്നത്. ഈ ആക്രമണങ്ങളിൽ 15-ലധികം പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ. അതായത് ഈ നഗരങ്ങൾ അടുത്തടുത്തുള്ള നഗരങ്ങളാണോ അതോ പല വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം ആക്രമണമായിരുന്നു? ഒരേ സമയമുള്ള ആക്രമണമായിരുന്നു എല്ലായിടത്തും? ഏകദേശം ഒരേ സമയത്തുള്ള ആക്രമണമായിരുന്നു രഞ്ജിത്ത്. ശരി, കൃഷ്ണേന്ദു നായരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും റഷ്യയിലാണ് ഈ സംഭവം ഉണ്ടായത്. വിവിധ ഇടങ്ങളിൽ വെടിവെപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. 15-ലധികം മരണം. അതിൽ പോലീസുകാരും മരിച്ചിട്ടുണ്ട്. പോലീസുകാരും സാധാരണക്കാരും ഈ പ്രീസ്റ്റ് അടക്കമുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റഷ്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം. വ്ളാദിമിർ പുടിനോടുള്ള എതിർപ്പുകൾ അറിയാം. യുക്രൈനുമായി ബന്ധപ്പെട്ട ആക്രമണത്തിന്റെ പശ്ചാത്തലം അവിടെയുണ്ട്. ലോകരാജ്യങ്ങൾക്ക് റഷ്യയോടുള്ള എതിർപ്പ് ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ നിരവധിയായ ആഭ്യന്തരവും പുറത്തുള്ളതുമായ രാജ്യാന്തരവുമായ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം റഷ്യയിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ കാരണക്കാരെ കണ്ടെത്തണം. റഷ്യയെ പോലെ ഒരു സംവിധാനത്തിനെ ഞെട്ടിപ്പിക്കുന്ന തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. കൃഷ്ണേന്ദു നായരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.